ഒരു മോചനം എങ്ങനെ സാധ്യമാകുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു വഴി കാട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. കേരള സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് യുവതലമുറ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, സിന്തറ്റിക് ഡ്രഗ്സുകൾ പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം. യൗവന കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഓമനിച്ച് വളർത്തിയ തന്റെ കുഞ്ഞുങ്ങളുടെ വേർപാട് കണ്ട് വേദനിക്കുന്ന നിരവധി വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹൃദയഭേദകമായ നിരവധി വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന പല പഠനങ്ങളും ഒൻപതാമത്തെ വയസ്സ് മുതൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും മദ്യപാനത്തിനും അടിമകളാകുന്നു എന്നറിയുമ്പോൾ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം പഠനത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നത് ഒരു സമൂഹത്തിനൊരു വ്യക്തിയെ എങ്ങനെ പ്രയോജനമുള്ളവനാക്കി മാറ്റാൻ കഴിയുമെന്ന ഉള്ളൊരു ചിന്ത, അവബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആധുനിക സമൂഹത്തിന് അത് സംഭവിക്കുന്നില്ല എന്നതാണ് സത്യസന്ധമായ കാര്യം. പലതരത്തിലും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് അറിവ് നേടുന്നുണ്ട്, പല ഭാഷകൾ സംസാരിക്കുവാൻ കഴിയുന്നുണ്ട്, ലോകരാജ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പലതരത്തിന്റെ ഉയർച്ചകളിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു സമൂഹത്തിൽ എപ്രകാരം ജീവിക്കണമെന്നുള്ള ആ നല്ല ഉപദേശങ്ങളെ നമ്മുടെ സമൂഹം മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത, സമൂഹത്തിനോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ജനനം മുതൽ മരണം വരെയുള്ള ഏത് അനുഭവത്തിന്റെ അകത്തൂടെ നമ്മൾ കടന്നുപോയാലും ആ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ അറിയാതെ, ക്ഷണിക്കപ്പെടാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് ഇന്ന് മദ്യവും മയക്കുമരുന്നും. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നത്? പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പല ചിന്തകളും വരും.
അയ്യോ ഈ പാവി ഇങ്ങനെ ചെയ്തല്ലോ, എന്തിനാണ് മനസാക്ഷിരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ ഞങ്ങളിൽ പലർക്കും പറയുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യമായിരുന്നു ഇത്തരത്തിലുള്ള അനുഭവം. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ബോധവൽക്കരണ പ്രസംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുതിർന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തെറ്റുകാരാണെന്നും ആ തെറ്റിൽ നിന്ന് എങ്ങനെ മാറ്റത്തിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയ സമയം മുതലാണ് സമൂഹത്തിന് മാറ്റം കൊണ്ടുവരുവാൻ കുടുംബമാണ് നന്നാകേണ്ടതെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒരു കുടുംബം നന്നാകണമെങ്കിൽ ഒരു വ്യക്തി നന്നാകണം. അപ്പൊ ഞാൻ മാറാതെ സമൂഹത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുകയില്ല എന്നുള്ളൊരു ചിന്ത, ആ ചിന്തയിൽ നിന്നാണ് എനിക്ക് മാറ്റം നൽകി തരുവാൻ കഴിയുന്നത് ആരാണ്, എന്നെ മാറ്റുന്നത് ആരാണ്, എന്റെ പ്രശ്നം എന്താണ് എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് എനിക്ക് മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് എന്നിൽ മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയത്. ആ വ്യക്തി മറ്റാരുമല്ല, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. പാപിയായിരിക്കുന്ന മനുഷ്യന്, പാപത്തിൽ വീണുപോയ മനുഷ്യരാശിക്ക് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ മനുഷ്യപുത്രനായ ദൈവത്തെയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് തന്റെ മാതാവിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന ഒരു പദമുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിപ്പുകൊണ്ട് അവൻ യേശു എന്ന് പേരിടയണം. യേശു ആരാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ തിരിച്ചറിഞ്ഞ എന്റെ ജീവിതത്തിന്റെ പാപത്തിന് പരിഹാരം നൽകുവാനും എന്റെ ജീവിതത്തിന്റെ പാപപ്രവൃത്തികളിൽ നിന്ന് എന്നെ മോചനത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച സാക്ഷാൽ അവതാര പുരുഷനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, അതിന് യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയോട് ദൂതൻ പറഞ്ഞ ആ പദം ഞാൻ നിങ്ങളോട് പറയട്ടെ: മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കേണ്ടതിന് വേണ്ടിയാണ്. മനുഷ്യനെ ഇന്ന് നമ്മൾ കാണുന്ന, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന സകല പരാജയങ്ങൾക്കും, സകല ക്രൂരകൃത്യങ്ങൾക്കും, സകല അഡിക്ഷൻസിനും മനുഷ്യനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യരിനുള്ളിവായിരിക്കുന്ന പാപമാണ്. എന്താണ് പാപമെന്ന് ചോദിച്ചാൽ, തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റിനെ ആവർത്തിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രേരക ഘടകത്തിന്റെ പേരാണ് പാപം. ആ പാപത്തിൽ നിന്ന് മനുഷ്യനൊരു മോചനം വേണമെങ്കിൽ എന്താണ് അതിനൊരു മാർഗം, എന്താണ് അതിനൊരു വഴി, എന്താണ് അതിനൊരു വഴിയുള്ളത് എന്ന് ചോദിച്ചാൽ, അതിനുള്ള വഴിയാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം. ആരാണ് ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചനത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യസ്ഥാനമായ പാലസ്തീന്റെ മണ്ണിൽ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വരികയും ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ സകല മനുഷ്യന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. യേശു ക്രിസ്തുവിന്റെ മരണം മുഖാന്തരമാണ് സകല മനുഷ്യനും അവരുടെ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചത്. അങ്ങനെ പാപപരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് പാപത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി. പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു മാത്രമാണ് പാപപരിഹാരത്തിനു വേണ്ടി മരിച്ചത്, പാപപരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. അനേക അവതാര പുരുഷന്മാരെ നമുക്ക് കാണാം, അനേകം മഹത് വ്യക്തികളെ നമുക്ക് കാണാം. അവരൊക്കെ നല്ല ദർശനമായ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്നത് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാപപരിഹാരത്തിനുള്ള മാർഗം ആരും ചൂണ്ടിക്കാണാതിരിക്കുമ്പോൾ, ആരും ചൂണ്ടിക്കാണിക്കാതിരിക്കുമ്പോൾ, പാപപരിഹാരത്തിനുള്ള മാർഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ഭൂമിക്കും
സ്വർഗത്തിനും മധ്യയായി തൂക്കപ്പെട്ടതിന്റെ ഉദ്ദേശം സകല മനുഷ്യർക്കും, എന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പാപപരിഹാരം നൽകിക്കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ പാപത്തിൽ നിന്ന്, ഇന്ന് നാം കാണുന്ന ഈ അഡിക്ഷനിൽ നിന്ന്, ഇന്ന് നാം കാണുന്ന ഈ സമൂഹത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സകല സാമൂഹ്യ വിപത്തുകളിൽ നിന്നും നമുക്കൊരു മാറ്റം വേണോ? പാപത്തിനൊരു പരിഹാരം കിട്ടണോ? ഈ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനുള്ള ഏക മാർഗം യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ടേറ്റു പറഞ്ഞ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്റെ പാപത്തിന് പരിഹാരം നൽകുവാനാണെന്നും യേശു ഉയർത്തെഴുന്നേറ്റത് എന്നെ പാപമോചനത്തിലേക്ക് നയിക്കേണ്ടതിനാണെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ടേറ്റു പറയുന്ന വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. എന്തിൽ നിന്നുള്ള രക്ഷ? പാപത്തിൽ നിന്നുള്ള രക്ഷ, ശാപത്തിൽ നിന്നുള്ള രക്ഷ, ഭയത്തിൽ നിന്നുള്ള രക്ഷ, ബുദ്ധിമുട്ടിൽ നിന്നുള്ള രക്ഷ, ആസക്തികളിൽ നിന്നുള്ള രക്ഷ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെങ്കിലും ഈ രക്ഷ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. നിങ്ങളെ ഇരിക്കുന്ന ഇടത്തിൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? യേശു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് എന്റെ പാപത്തിന് പരിഹാരം നൽകുവാനാണെന്നും യേശു ഉയർത്തെഴുന്നേറ്റത് എനിക്ക് പാപമോചനത്തിൽ നിന്ന് വീടുതൽ നൽകുവാനാണെന്നും യേശു ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ടേറ്റു പറയുന്ന വ്യക്തിക്ക് ഇന്ന് അനുഭവിക്കുന്ന സകല ആസക്തികളിൽ നിന്നും മോചനം ലഭിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മോചനത്തിനു വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും ആശീർവദിക്കട്ടെ.